അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ ചെടിച്ചട്ടിക്കകത്ത് ഞാൻ കോവലിൻ്റെ തണ്ട് കുത്തി വെച്ചിട്ട് അത് കിളിപ്പിച്ചതും അപ്പോൾ അതിൽ പൂവും നമ്മുടെ കോവയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തേ നമ്മൾ നിന്ന് പറിച്ച് നട്ട് പന്തലിലൊക്കെ കയറ്റി വിടുവാണെങ്കിൽ നല്ല ഉഷാറായി കിട്ടും. ഇപ്പോൾ ആണെങ്കിൽ നല്ല രീതിയിൽ വള്ളിയൊക്കെ ഇട്ട് ഉഷാറായി വന്ന സമയമാണ്. അപ്പം ഞാനിത് ഇതുപോലെ ഒരു ബക്കറ്റിലാണ് നടുന്നത് കേട്ടോ. അപ്പം ബക്കറ്റിൽ നട്ടിട്ട് നമുക്ക് പന്തലേക്ക് കയറ്റി വിടാമല്ലോ. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ നടാൻ സ്ഥലമില്ലാത്തവർക്കാണ് ഇതൊക്കെ എളുപ്പം മാർഗ്ഗമാണല്ലോ. അപ്പം ഞാൻ ഈ ബക്കറ്റിൻ്റെ സൈഡ് വഴി ഹോൾസ് ഇട്ടു, അതുപോലെ അതിൻ്റെ അടിഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം കെട്ടിക്കിടക്കാതെയൊക്കെ ആയിട്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് വേണ്ട വളങ്ങളും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇതാ അപ്പോൾ ചകിരി എടുത്തിട്ടുണ്ട്. ചകിരി ഏറ്റവും അടിഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മലർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചകിരി എന്ന് പറഞ്ഞാൽ നമുക്ക് കോവലിനൊക്കെ അടിഭാഗത്തും അതുപോലെ മുകൾ വശത്തൊക്കെ നമ്മളിതുപോലെ ചകിരി വെച്ച് കൊടുക്കുകയാണല്ലേ നല്ല രീതിയിൽ തണുപ്പ് നിൽക്കും. അതായത് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കോവലിന് നല്ലതുപോലെ നനവും അതുപോലെ വെള്ളമൊക്കെ അത്യാവശ്യമാണ് ഈ കോവലിന്. അപ്പം നമുക്കിതുപോലെ ചകിരിയൊക്കെ വെച്ച് കൊടുത്താൽ തണുപ്പ് നല്ല രീതിയിൽ നിൽക്കുമല്ലോ. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുകയില്ല. അങ്ങനെ ഞാൻ അടിയിൽ നമ്മൾ ചകിരി വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ വാഴയിലയാണ് കേട്ടോ. ഇനി കരിയില ഉണ്ടെങ്കിൽ കരിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ കുറേ വാഴയിലയുണ്ട് നമ്മൾ കൊലകൊത്തിയതിൻ്റെ ഒക്കെ ആയിട്ട്. നല്ല നൈട്രജനും അതുപോലെ പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയതാണ് കേട്ടോ ഈ ഒരു വാഴയിലയും വാഴത്തടയും ഒക്കെ. അപ്പം നമ്മളൊക്കെ ഇത് പറമ്പിലൊക്കെ ഇട്ട് നമ്മൾ കൊലകൊത്തിയതിന് ശേഷം അത് അവിടെ കിടന്ന് അഴുകി അങ്ങ് പോകുമല്ലേ. ഇതുപോലെ നമ്മളൊരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു വളമാക്കി എടുക്കാവേ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ വാഴയില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതാ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മണ്ണ് ഞാൻ മഴയൊന്നും ഇല്ലാത്ത സമയത്തേ കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ ചാക്കിലൊക്കെ എടുത്ത് വെക്കും. അല്ലെങ്കിൽ നമുക്ക് കുഴഞ്ഞ മണ്ണൊക്കെ അല്ലേ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഇതാ വാഴത്തടയാണ്, അത് ഞാൻ ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മണ്ണും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കൊരു കമ്പോസ്റ്റായിട്ട് നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ ചെടിക്ക് വേണ്ട പൊട്ടാഷ്യം ഉണ്ട്, നൈട്രജനും ഒക്കെ ഉണ്ട് ഈ ഒരു വാഴത്തടയിലും വാഴയിലയിലും. അപ്പോൾ അതും നല്ലൊരു വളവുമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഴത്താട ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനിതാ അതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ ഞാനിതൊന്ന് കുലുക്കി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് മണ്ണും നമ്മുടെ ഈ വാഴയിലയും വാഴത്തടയും ഒക്കെ കൂടെ ഒന്ന് മിക്സായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ ഈ ബക്കറ്റിൽ ഒന്നെടുത്ത് കുലുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വാഴത്തടയുടെ ഇടയിൽ കൂടെ തന്നെ ഈ മണ്ണൊന്ന് കുലുങ്ങി ഇറങ്ങി നിൽക്കുമല്ലോ, മിക്സായിട്ടിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ മെയിൻ വളം ഏത് നമ്മൾ ചെടി നടന്നാലും മെയിനായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോഴത്തെ ചാണകപ്പൊടി ഉണ്ട്, കുറച്ച് വേപ്പ് പിണ്ണാക്കും കൂടി ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ കുറേശ്ശെയായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ ബാക്കി വളങ്ങളൊക്കെ നമുക്ക് പതിയെ കൊടുക്കാമല്ലോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ വളമിട്ടതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് വേണം നമുക്കിനി അങ്ങോട്ട് നമ്മുടെ തയ്യ് ഇതിനിപ്പം നമ്മൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മുടെ വാഴത്തടയും വാഴയിലയൊക്കെ അഴുകി കഴിയുമ്പോഴത്തേക്കും കുറേ അങ്ങ് എന്താണ് നമ്മുടെ മണ്ണങ്ങ് താഴേക്ക് അമർന്നു പോകും കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും നമുക്ക് വളങ്ങളോ ഇനി കരിയിലയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം ഇപ്പം ഇത്രയും മണ്ണിട്ട് കൊടുത്ത് അതുകൊണ്ടാണ് എന്നാൽ ചില കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ താഴോട്ട് അമർന്നു പോകും. അപ്പം നമ്മുടെ തൈ കണ്ടില്ലേ നിൽക്കുന്നത്. അപ്പം നല്ല രീതിയിൽ വേര് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല, നമുക്കിത് പറിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ എത്രത്തോളം വേര് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ കണ്ടോ തണ്ടിൽ നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നട്ടതാണ്. എന്താ ഇപ്പം നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കണ്ടില്ല അതിൻ്റെ എന്താ പറയണ്ട വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് വരുന്നൊരു സമയമാണ്. അപ്പം തന്നെ നമ്മളൊരു കമ്പ് കുത്തിയിട്ട് ആ കമ്പിലോട്ട് കയറ്റി വിട്ടാൽ നല്ല ഉഷാറായിട്ട് പോകും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് വള്ളിയിട്ട് അത് കുറേ നിലത്തോടെയൊക്കെ പടർന്നു പോയി അപ്പോൾ അതിൻ്റെ ഉഷാറൊക്കെ അങ്ങ് പോകും. പിന്നെ കുറച്ച് പണിപ്പെടണം അതിനൊന്ന് കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തൊക്കെയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് അതായത് നമുക്ക് കമ്പയിലോട്ട് കയറ്റി വിടാമല്ലോ. അപ്പോൾ കണ്ടോ നല്ലതുപോലെ ഉണ്ട് കേട്ടോ വേരൊക്കെ. നല്ല ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് നമുക്കിതൊന്ന് വേര് പിടിച്ച് കിട്ടുമെന്നൊന്നും. മുകളിൽ വള്ളി ഇട്ടതേ ഉള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ച്, പക്ഷേ നല്ല ഉഷാറായി കിട്ടി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ഥലം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ബക്കറ്റിലെ ടെറസിൻ്റെ മുകളിൽ പോലും നമുക്ക് ചെറുതായിട്ടൊരു പന്തലൊക്കെ ഇട്ടിട്ട് ഒട്ടും സ്ഥലമില്ലെങ്കിൽ പോലും അങ്ങനെ നമുക്ക് കയറ്റി വിടാമല്ലോ. അപ്പം ഞാൻ മുന്നേ നട്ടതൊക്കെ മണ്ണിലുണ്ട്, അതിൻ്റെ നിന്ന് തണ്ട് അങ്ങനെ മുറിഞ്ഞത് ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുഞ്ഞി ചെടിച്ചട്ടിക്കകത്ത് കമ്പ് കുത്തി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വേര് പിടിച്ചിട്ടേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ബക്കറ്റും ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് അങ്ങ് നട്ടിട്ട് ചെറിയൊരു പന്തലയിൽ നമുക്ക് കയറ്റി വിടാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പൂവുള്ളതും നമ്മുടെ കാ വന്നതും ഒക്കെയായ നമ്മുടെ കമ്പാണ് കേട്ടോ ഞാൻ പറിച്ച് നട്ടു കൊടുത്തത്. അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു കമ്പും കൂടി അങ്ങ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി നല്ല വലിപ്പമുള്ള ബക്കറ്റൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കമ്പൊക്കെ അവിടെ ഉറച്ച് നിന്നോളും. അപ്പം നല്ല രീതിയിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് അവിടെ ഉറച്ച് നിന്നോളും. പിന്നെ നമുക്കിതിനെല്ലാം കൂടി ഒരു ചെറിയ, അതായത് ഞാൻ വാഴയുടെ വള്ളിയാണ് എടുത്തേക്കുന്നത്. വാഴനാര് അതെടുത്ത് ചെറുതായിട്ടൊന്ന് ഉടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നും മറിഞ്ഞു പോകാതെ. നല്ല മഴയും കാറ്റൊക്കെ അല്ലേ, ഒന്നും മറിഞ്ഞു പോകാതെയായിട്ട്
അപ്പോൾ അതിൻ്റെ പടർന്ന വള്ളിയൊക്കെ ഈ കമ്പയിലോട്ടും കൂട്ടി ഒന്ന് പതുക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കമ്പയിലോട്ട് അങ്ങ് കയറിക്കോളും. കാരണം ആ നല്ല രീതിയിൽ ഇപ്പോൾ പടർന്ന് കയറുന്ന ഒരു സമയമാണ്. ഇനി അതങ്ങ് കയറിക്കോളും. അപ്പോൾ അതിന് നമ്മൾ ഒരു ബക്കറ്റിൽ നമ്മൾ 3 കമ്പ് വെച്ച് നട്ടു കൊടുത്തിട്ട് അതങ്ങ് സെറ്റാക്കിയ. അതേപോലെ വേറൊരു പഴയ ബക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കമ്പുകളും കൂടെ അങ്ങ് ഇതേപോലെ വളങ്ങളും വാഴത്തടി ഇലയും ഒക്കെ നിറച്ചിട്ട് അതും കൂടെ അങ്ങ് നട്ടു കൊടുത്തു കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ നീളം കോവലാണ് കേട്ടോ. ഒരുപാട് കായ്ക്കുന്നതും അതുപോലെ നല്ല ടേസ്റ്റും ഒക്കെയുള്ള നമ്മുടെ നീളം കോവലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഒരു കുഞ്ഞിത്തണ്ട് പോലും നമുക്ക് കളയാനും തോന്നാത്തത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബദ്ധത്തിൽ എൻ്റെ കൈ കൊണ്ട് അങ്ങനെ തണ്ട് മുറിഞ്ഞു പോയ ആ ഒരു തണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ആക്കി എടുത്തത്. അപ്പം അങ്ങനെ നമ്മുടെ 2 ബക്കറ്റിലും നമ്മളങ്ങനെ 2 കോവൽ തണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, ബൈ.